മ്യൂസിക് സ്റ്റേഡിയം. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ നവംബറിൽ ആരംഭിക്കും. ഡിസംബറിലായിരിക്കും തെരഞ്ഞെടുപ്പ്. മലയാളിയുടെ അഭിമാനമായ ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ഇന്നലെ രാജ്യത്തെ പരമോന്നത സിനിമാ പുരസ്കാരം ഫാൽക്കെ അവാർഡ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഏറ്റുവാങ്ങി. പ്രദർശന മത്സരത്തിനെത്തുന്ന ലോക ചാമ്പ്യൻ അർജന്റീന ടീം മാനേജർ ഡാനിയൽ കബ്രേര ഇന്നലെ കേരളത്തിലെത്തി. കളി നടക്കുന്നത് കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിലെന്ന് ഉറപ്പായി. ടീം നവംബർ 15 കേരളത്തിലെത്തും. പൂർണ്ണ സുരക്ഷ ഒരുക്കി സ്റ്റേഡിയം സജ്ജമാക്കുമെന്ന് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയും മന്ത്രി വി അബ്ദുറഹ്മാനും മാനേജർക്ക് ഉറപ്പു നൽകി. കരസേനയുടെയും ഇന്ത്യ US എംബസികളുടെയും വ്യാജ സീലുകൾ ഉപയോഗിച്ച് കാറുകൾ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റത് കസ്റ്റംസ് കണ്ടെത്തി. ഓപ്പറേഷൻ നുംകോർ എന്ന പേരിൽ കേരളത്തിലും വ്യാപക പരിശോധന ഇന്നലെ നടത്തിയിരുന്നു. നടന്മാരായ ദുൽഖർ സൽമാന്റെ 2 കാറുകളും അമിത് ചക്കാലക്കലിന്റെ 6 കാറുകളും പിടിച്ചെടുത്തു. പൃഥ്വിരാജ് വാങ്ങിയ കാറുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തലസ്ഥാനത്ത് കുടപ്പനക്കുന്ന് ആക്രമണം അഴിച്ചുവിട്ട 7 പ്രതികളെയും ഇന്നലെ തന്നെ മണ്ണന്തല പോലീസ് അറസ്റ്റ് ചെയ്തു. സൂര്യനാരായണൻ, വിഷ്ണു, സൂര്യ, ശരത്ത്, ആദിത്യൻ എന്നീ അക്രമികളെയാണ് പോലീസ് പിടികൂടിയത്. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. തിരുവനന്തപുരം നഗരത്തിൽ ചില ഭാഗങ്ങളിൽ നാളെയും മറ്റന്നാളും ജലവിതരണം മുടങ്ങുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. നാളെ രാത്രി 10 മുതൽ മറ്റന്നാൾ രാവിലെ 6 വരെ പ്രധാന ശുദ്ധജല വിതരണ പൈപ്പിലെ ചോർച്ച മാറ്റാനുള്ള ജോലികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം ചിലയിടങ്ങളിൽ മുടങ്ങുന്നത്. അനാവശ്യ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പത്രപ്രവർത്തകൻ പേന ഉപയോഗിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിൽ നടന്ന സമ്മേളനത്തിൽ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ പ്രസിഡന്റായി SR ശക്തിധരൻ തുടരും. ജനറൽ സെക്രട്ടറിയായി VR രാജ്മോഹനെ തിരഞ്ഞെടുത്തു. സംസ്ഥാന പാതയിൽ മണ്ണന്തല മരുതൂർ പാലത്തിന് സമീപം KSRTC ബസും നാഷണൽ പെർമിറ്റ് ലോറിയും കൂട്ടിയിടിച്ചു. അപകടത്തിൽ നിരവധി യാത്രക്കാർക്കും 2 വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്കും സാരമായി പരിക്കേറ്റു. ഇതിൽ ലോറി ഡ്രൈവറുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുണ്ട്. രാവിലെയുണ്ടായ മഴയിൽ തെന്നിയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരത്തു നിന്ന് പത്തനംതിട്ടയിലേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചറും കോട്ടയത്തു നിന്ന് വന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. വട്ടപ്പാറ, മണ്ണന്തല പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാരും ഫയർഫോഴ്സ് യൂണിറ്റുമെത്തി രക്ഷാ നടപടികൾ സ്വീകരിച്ചു. 7 യുദ്ധങ്ങൾ നിർത്തിച്ചുവെന്നും 7 നോബൽ പുരസ്കാരങ്ങൾക്ക് തനിക്ക് അർഹതയുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദമുന്നയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാരണം ഇന്ത്യ എന്ന വിചിത്രവാദവും ട്രംപിൻ്റെതായി ഇന്നലെ പുറത്തുവന്നു. നഗരസഭ അഴിമതികളിൽ പ്രതിഷേധിച്ച് നാളെ കോൺഗ്രസ് കോർപ്പറേഷൻ ധർണ നടത്തും. CPM കൗൺസിലർ കൈക്കൂലി വാങ്ങുന്നത് ചാനലുകൾ ഒളിക്യാമറ ദൃശ്യങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. കടക്കാവൂരിൽ തെരുവ് നായ്ക്കൾ കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് 6ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. അച്ഛൻ ജോൺ പോൾ ഓടിച്ചിരുന്ന ഓട്ടോ മറിഞ്ഞാണ് മകൾ JP സഖി മരിച്ചത്. അമ്മ പ്രഭിന്ധ്യ ഉൾപ്പെടെ സ്കൂൾ PTA മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ദുരന്തം. മലയാളത്തിൻ്റെ മഹാനടൻ മധുവിന് 92ാം പിറന്നാൾ. പിറന്നാൾ ആശംസകളുമായി നിരവധി പേർ ഇന്നലെ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിലുള്ള ശിവഭവനിലെത്തി. ദേശീയ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസറിലെ ഹൗസ് കീപ്പിംഗ് തൊഴിലാളികൾ ഇന്നു മുതൽ പണിമുടക്കും.
ഉന്നത നിലവാരം പുലർത്തുന്ന ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അനാവശ്യമായ സമരങ്ങൾ സൃഷ്ടിച്ച് പ്രവർത്തനം തടസ്സപ്പെടുത്തരുതെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. നവരാത്രി ആഘോഷം ആരംഭിച്ചതോടെ തലസ്ഥാനത്തും ക്ഷേത്രങ്ങളിൽ തിരക്കേറി. സരസ്വതി ദേവിയെ പൂജയ്ക്കിരുത്തിയിട്ടുള്ളിടത്താണ് ഏറെ തിരക്ക് അനുഭവപ്പെടുന്നത്. ദുർഗാദേവി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഉത്സവ തിരക്കേറി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ആള് കുറഞ്ഞത് സംഘാടകരുടെ വീഴ്ചയായി കരുതണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. മെട്രോ വാർത്ത നൽകുന്ന മികച്ച അധ്യാപകനുള്ള 2025 പുരസ്കാരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K. ലൈലാസിന് ലഭിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര സംഭാവന നൽകുന്ന അധ്യാപകർക്കായി മെട്രോ വാർത്ത ഏർപ്പെടുത്തിയ അവാർഡാണിത്. മണ്ണന്തല മുക്കോലയ്ക്കൽ ശ്രീ ഷിർദി സാഹിബ് ബാബ ക്ഷേത്രത്തിലെ മഹാസമാധി പൂജ ഈ മാസം 30 ചൊവ്വാഴ്ച തുടങ്ങി ഒക്ടോബർ 1, 2 തീയതികളിലായി നടക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾ തടസ്സപ്പെടുന്നതായി പരാതി. തിരക്കേറിയ കഴക്കൂട്ടം RTO ഓഫീസിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാത്തതും മതിയായ ടെസ്റ്റ് ദിവസങ്ങളില്ലാത്തതും ആൾക്കാരെ വലയ്ക്കുന്നതായിട്ടാണ് പരാതി. ഏകദേശം 5000 പേരാണ് ടെസ്റ്റിനുള്ള സമയത്തിനായി കാത്തിരിക്കുന്നത്. അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കപ്പെടേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട്. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.